ഹായ് നമസ്കാരം. ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഗോതമ്പൊടി വെച്ചിട്ടുള്ള പുട്ടുണ്ടാക്കാൻ പോവാണ്. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഒരൊറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് പുട്ട് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് ഒരു സ്റ്റീലിൻ്റെ സ്റ്റീമർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഡലി പാത്രത്തിൻ്റെ തട്ടില്ലേ, ഹോളുള്ള അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഇഡലി തട്ടും എടുത്തിട്ടുണ്ട്. പിന്നെ 4 ചിരട്ടയും എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റീമറിൻ്റെ, അതായത് സ്റ്റീൽ സ്റ്റീമറില്ലേ, അതിൻ്റെ താഴെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് സ്റ്റീലിൻ്റെ സ്റ്റീമർ വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മീതയിൽ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ ഹോളുള്ള പാത്രമില്ലേ, അതിനകത്തേക്ക് കുറച്ച് പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് വെന്ത് കഴിയുമ്പോഴേക്ക് പച്ചപ്പീരിട്ട് കഴിക്കാനുള്ള പരിപാടിയിലാണ്. എന്നിട്ട് ഈ ഹോളുള്ള പാത്രത്തിൻ്റെ മീതയിൽ കുറച്ച് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് നമുക്ക് അതിൻ്റെ മീതെ ഇഡലിത്തട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മീതെ ചിരട്ടയും വെച്ച് കൊടുത്തിട്ട് നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ പീരയിട്ടിട്ട് പിന്നെ കുറച്ച് പുട്ടിൻ്റെ പൊടി, എന്നിട്ട് അതിൻ്റെ മീതെ കുറച്ച് തേങ്ങാപ്പീരയും കൂടി ഇട്ട് നമുക്ക് പുട്ട് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള പുട്ട് വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ചിരട്ടപ്പുട്ടും പിന്നെ സാദാ പുട്ടും. അങ്ങനെ നമ്മൾ എല്ലാം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കുണ്ടല്ലോ കുറേ പ്രാവശ്യം നിന്ന് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നമുക്ക് വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാം. ഇത് അടുപ്പത്ത് വെച്ചിട്ട് ടൈമറും വെച്ചിട്ട് പോവുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ടൈം കണക്കാക്കി നമ്മൾ റെഡിയാക്കി എടുത്താലും മതി. കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു ഇഡലി പാത്രത്തിൻ്റെ തട്ടും കൂടെ ഉണ്ട് കേട്ടോ. അതിനകത്തും കുറച്ച് പൊടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും ഒരേപോലെ തന്നെ നമുക്കിവിടെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. കണ്ടോ, ഇത് ചിരട്ടപ്പുട്ടാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് പുട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പഴവും ചായയായിരുന്നു. അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. വെറുതെ അടുക്കളയിൽ നിന്ന് സമയം കളയാതെ ഇങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുവാണെങ്കിലുണ്ടല്ലോ നമുക്ക് ഇങ്ങനത്തെ പുട്ടും കിട്ടും. എന്നിട്ട് പച്ചപ്പീരയിട്ട് നമുക്ക് എടുത്താൽ മതി. പിന്നെ ചിരട്ടപ്പുട്ടും കിട്ടും ഒറ്റ ട്രിപ്പിൽ തന്നെ കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം നമുക്ക് ഇതും കഴിക്കാം, ചിരട്ടപ്പുട്ട് രാവിലെയും കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ ഈ ട്രിക്കൊന്ന് കാണിച്ചു തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.